എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ, അതായത് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 18 ആണ്. അപ്പോൾ നമ്മൾ 16ാമത്തെ ദിവസം ചെയ്ത് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് ഓയിലിങ്, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഷാമ്പു കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ദിവസം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓയിൽ അപ്ലൈ ചെയ്യലും അതുപോലെ തന്നെ വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ വീണ്ടും ഹെയർ പാക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഹെയർ പാക്കാണ്, അതായത് ഉലുവ വെള്ളമാണ് കേട്ടോ ഇന്ന് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് കുറച്ച് ഉലുവ എടുത്ത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം പിറ്റേന്ന് നിങ്ങൾ ഏത് നേരത്താണ് ഹെയർ വാഷ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപായിട്ട് ഈ ഉലുവ വെള്ളം എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് സ്കാൽപ്പ് ഫുള്ളായിട്ട് ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. അപ്പം ഉലുവ സ്യൂട്ടാകാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യാം. അതും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഉലുവ അത്ര സ്യൂട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഉലുവ ഇന്ന് വെള്ളത്തിൽ വെറുതെ ഇട്ട് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് വെറുതെ ഇട്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നതുമില്ല. അപ്പോൾ അത് എനിക്ക് സ്യൂട്ട് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ആണെങ്കിൽ അതിൻ്റെ കയ്യിൽ കഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പം ഞാനത് ഉടനെ മേടിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിലങ്ങനെ ആരും പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഉലുവ തന്നെയാണ് മെയിൻ. ഉലുവ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉലുവ തന്നെയാണ് കേട്ടോ ഈ ഒരു ചലഞ്ചിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാര്യം ഞാൻ കാണിക്കണില്ല കേട്ടോ, ഇട്ട് കാണിക്കണില്ല. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി കണ്ടു നോക്കുക എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതും അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം അതാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നൈറ്റ് നിങ്ങൾക്ക് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നൈറ്റ് ഓയിൽ ചെയ്യാം. വെറുതെ കുറച്ച് ഓയിൽ എടുക്കുക, അത് നന്നായിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ എന്നിട്ട് നൈറ്റ് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ ഇട്ട് കൊടുത്തുകൊണ്ടിട്ട് ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ഇനി നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ എപ്പോഴാണ് കുളിക്കുന്നത് അതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപായിട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുടിയുടെ സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഡേയിലും നാളത്തെ ഡേയിലും ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവേർഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.